ഗ്രന്ഥസമീക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സാമൂഹ്യനീതിയും ലിംഗസമത്വവും എന്ന പുസ്തകം PG രവീന്ദ്രനാണ് എഴുതിയത്. അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളടക്കം 5 ചാപ്റ്റേഴ്സ്, അതല്ലെങ്കിൽ 5 അധ്യായങ്ങളിൽ ചുരുക്കിയിട്ടുണ്ട്. 1 നീതി എന്ന പൊതുഭാവന, 2 വിവേചനങ്ങൾ, അനീതികൾ, അതിക്രമങ്ങൾ, 3 സാമൂഹ്യനീതി എന്ന സദ്ഭാവന, 4 ലിംഗസമത്വവും പുരുഷ മേധാവിത്വവും, 5 സ്ത്രീ ശാക്തീകരണം സംവരണത്തിലൂടെ. ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ച 5 പ്രധാന സംഗതികളെയാണ് രവീന്ദ്രൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ജാതി എന്ന ഒരു സംജ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. നാമൊക്കെ ജാതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിലെ കാസ്റ്റ് എന്ന വാക്കിലേക്ക് പോകും. എന്നാൽ ഇവിടെ രവീന്ദ്രൻ പറയുന്നത് ജാതി എന്ന വാക്ക് സംസ്കൃതത്തിലെ നിലവിൽ വന്നു അഥവാ ജനിച്ചു എന്ന് അർത്ഥം വരുന്ന ജന എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് പദമായ കാസ്റ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവസ്ഥാനം സ്പാനിഷ് പോർച്ചുഗീസ് ഭാഷയിലെ വംശം, വർഗം, ഇനം എന്നീ അർത്ഥമുള്ള കാസ്റ്റ് എന്ന പദത്തിൽ നിന്നാണ്. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നമ്മളത് കാസ്റ്റ് എന്ന് പറയുമ്പോഴും ഇന്ത്യൻ ഭാഷയിൽ ജാതി എന്ന് പറയുമ്പോഴുമുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് രവീന്ദ്രൻ സൂചിപ്പിക്കുന്നു. ഇതേ രീതിയിൽ വളരെയധികം പ്രധാനപ്പെട്ട അനേകം കണക്കുകളും അനേകം കാര്യങ്ങളും ഈ ഗ്രന്ഥത്തിലുടനീളം രവീന്ദ്രൻ ചർച്ച ചെയ്യുന്നു. ദക്ഷിണേഷ്യയിലെ 20% പെൺകുട്ടികളും ജനനസമയത്ത് തന്നെ ഭാരക്കുറവ്, കുറഞ്ഞ ശതമാനം ആൺകുഞ്ഞുങ്ങളും എന്ന ആരോഗ്യപരമായ വിഷമാവസ്ഥയെ നേരിടുന്നവരാണ്. ഇതൊന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മുടെ സമൂഹത്തിൽ തന്നെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വ്യക്തിപരമായിട്ട് നമ്മളെ ബാധിക്കുമ്പോൾ മാത്രമേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ. കാരണം ഈ ഭാരക്കുറവ് വരുന്നു, കുട്ടികളെ പ്രസവിക്കുമ്പോൾ കുട്ടികൾ വളർച്ച എത്താതെ വരുന്നു. അവർ വരുന്നതിനുള്ള കാരണം തന്നെ ഈ ഭാരക്കുറവ് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ ഗ്രന്ഥത്തിൽ രവീന്ദ്രൻ ചർച്ച ചെയ്യുന്നുണ്ട്.